الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. പ്രിയമുള്ള സഹോദരങ്ങളെ, ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ ഹഫിദഹുല്ലാ അൽ മുലഖസുൽ ഫിഖഹി എന്ന ഈ ഗ്രന്ഥത്തിൽ കിതാബു അസ്വലാത്ത്, അതിൽ നിന്നുള്ള കിതാബു സ്വലാത്താണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമസ്കാരത്തിൻ്റെ നിബന്ധനകളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ദർസുകളിലായിട്ട് സംസാരിച്ചത്. ഇനി ശേഷമുള്ള ഒരു അധ്യായം ബാബുൻ ഫി ആദാബി അൽ മഷ്യി ഇല സ്വലാ, നമസ്കാരത്തിലേക്ക് നടന്നു പോകുന്നതിൻ്റെ അല്ലെങ്കിൽ നമസ്കാരത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോഴുള്ള മര്യാദകൾ, അതാണ് അടുത്ത അധ്യായത്തിൽ മുസന്നിഫ് ഹഫിളഹുല്ലാ നൽകിയിരിക്കുന്നത്. ബാബുൻ ഫി ആദാബിൽ മഷ്യി ഇല സ്വലാ. അയ്യുഹൽ മുസ്ലിം, അല്ലയോ മുസ്ലിം സഹോദര, ഇന്നക ബിഹാജത്തിൻ മാസ്സ ഇലാ മാരിഫത്തിൽ ആദാബിൽ മഷ്റൂഅ അല്ലത്തി തസ്ബിഖു സ്വലാ. നീ വളരെ അത്യാവശ്യക്കാരനാണ്. എന്തിലേക്ക് അത്യാവശ്യക്കാരനാണ്? ഇലാ മാരിഫത്തിൽ ആദാബിൽ മഷ്റൂഅത്തി അല്ലത്തി തസ്ബിഖു സ്വലാ. നമസ്കാരത്തിന് മുൻകടക്കുന്ന, അതായത് നമസ്കാരത്തിന് മുന്നിൽ ചെയ്യേണ്ടുന്ന നിയമപരമായ വ്യത്യസ്തങ്ങളായ ആദാബുകളുണ്ട്, മര്യാദകളുണ്ട്. ആ മര്യാദകളെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കുന്നതിലേക്ക് നീ വലിയ ആവശ്യക്കാരനാണ്. ഇസ്തിഅദാദൻ ലഹ, അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പ് നടത്തുന്നവനായ നിലയിൽ തയ്യാറെടുപ്പ് നടത്താൻ വേണ്ടിയിട്ട്. കാരണം ലിഅന്ന സ്വലാത്ത ഇബാദത്തുൻ അദീമ, നമസ്കാരം എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു ഇബാദത്താണ്. യംബഗി അൻ യസ്ബിഖഹ ഇസ്തിഅദാദുൻ വതഹയ്യുഉൻ മുനാസിബുൻ, അതുകൊണ്ട് തന്നെ നമസ്കാരത്തിന് വേണ്ടി എന്ത് ചെയ്യേണ്ടതുണ്ട്? അനുയോജ്യമായ നിലയിൽ തയ്യാറെടുപ്പുകളും മറ്റും നടത്തുക എന്നുള്ളത്, അതിന് മുന്നോടിയായിട്ട് നടത്തുക എന്നുള്ള അനിവാര്യമാണ്. ലിയദ്ഖുലൽ മുസ്ലിമു ഫി ഹാദിഹിൽ ഇബാദത്തി അലാ അഹ്സനിൽ ഹൈആത്ത്, എന്നാൽ മാത്രമേ ഒരു മുസ്ലിമിന് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ഇബാദത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഉലമാക്കൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, നമസ്കാരം ശരിയാകണമെങ്കിൽ, നല്ല രീതിയിൽ നിർവഹിക്കണമെങ്കിൽ അതിനോടുള്ള മുന്നൊരുക്കങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ആദ്യമേ നല്ല രീതിയിൽ ശക്തമായി നിർവഹിക്കേണ്ടതുണ്ട്. മുന്നൊരുക്കം നല്ലതാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ? നമസ്കാരത്തെ ചിട്ടയായിട്ട് നിർവഹിക്കാൻ സാധിക്കുള്ളൂ എന്നാണ്. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കം അനിവാര്യമാണ്. എന്തെല്ലാം മുന്നൊരുക്കങ്ങളാണ് വേണ്ടത്, അതിൻ്റെ മര്യാദകൾ എന്തെല്ലാമാണ്, അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. അതുകൊണ്ട് ഫൈദാ മഷൈത ഇലൽ മസ്ജിദി ലിതുഅദ്ദിയ സ്വലാ മഅ ജമാഅത്തിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ജമാഅത്തിനോട് കൂടെ നമസ്കരിക്കാൻ വേണ്ടി നീ മസ്ജിദിലേക്ക് നടക്കുകയാണെങ്കിൽ ഫൽയകുൻ ദാലിക ബിസകീനത്തിൻ വവഖാരിൻ, അതാണ് ഒന്നാമത്തെ മര്യാദ. അതെങ്ങനെയായിരിക്കണം? സക്കീനത്തോടെ വഖാറോടുകൂടിയായിരിക്കണം. സക്കീനത്ത് എന്ന് പറഞ്ഞാൽ വസ്സക്കീനത്തു ഹിയ തുമഅനീനത്തു വതഅന്നി ഫിൽ മശി, സക്കീനത്തോടെ നടക്കുക എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക? വളരെ തുമഅനീനത്തോടെ, അനക്കമടങ്ങിക്കൊണ്ട്, അതേപോലെ വതഅന്നി സാവധാനം, ഫിൽ മശി നടത്തത്തിൽ സാവധാനവും ഒരു അടക്കവും, ഇതാണ്. അതായത് വലിയ രീതിയിൽ ബഹളം വയ്ക്കാതെ, ധൃതി കാണിക്കാതെ എന്ത് ചെയ്യുക? സാവധാനത്തോടെ അടങ്ങി എന്ത് ചെയ്യുക? നടക്കുക. ഇതാണ് സക്കീനത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ സക്കീനത്തോടു കൂടി നടക്കണം. മാത്രമല്ല വൽ വഖാർ, സക്കീനത്തും വഖാറും വേണമെന്നാണ് പറഞ്ഞത്. വഖാർ എന്ന് പറഞ്ഞാൽ അർറസാനത്തു വൽ ഹിൽമു വഗദ്ദുൽ ബസരി വഖഫ്ദു സൗതി വഖില്ലത്തുൽ ഇൽതിഫാത്ത്. വഖാർ എന്ന് പറഞ്ഞാൽ അർറസാന, റസാനത്ത് എന്ന് പറഞ്ഞാൽ നല്ല ഗാംഭീര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നല്ല ശാന്തതയോടെ ഗാംഭീര്യത്തോടെ നടക്കുക, പക്വതയോടുകൂടിയുള്ള നടത്തം, അതിനാണ് റസാനത്ത്, വഖാർ എന്ന് പറയുന്നത്. അതുപോലെ നല്ല വിവേകത്തോടെയുള്ള നടത്തം, നിഷിദ്ധങ്ങളിലേക്ക് നോക്കാതെ കണ്ണ് ചിമ്മണം. നിഷിദ്ധങ്ങൾ കാണേണ്ടി വന്നാൽ കണ്ണ് ചിമ്മുക. അതേപോലെ ശബ്ദം താഴ്ത്തുക, ശബ്ദം വെക്കാതിരിക്കുക. ഖില്ലത്തുൽ ഇൽത്തിഫാത്ത്, അവിടെ എവിടെയെങ്കിലും തിരിഞ്ഞു നടക്കാതിരിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക? നേരെ സ്ട്രൈറ്റ് ആയിട്ട് നടക്കുക.
ഇതാണ് വക്കാറോട് കൂടിയുള്ള നടത്തം എന്ന് പറയുന്നത്. അപ്പോൾ സക്കീനത്ത് വേണം, വക്കാറ് വേണം. വഖദ് വറദ ഫി സ്വഹീഹൈനി അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ച ഹദീസുകളിൽ ഇപ്രകാരം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഉഖീമത്തിസ് സ്വലാ, നമസ്കാരത്തിന് ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ, ഒരു റിപ്പോർട്ട് പ്രകാരം ഇദാ സമിഅതുമുൽ ഇഖാമ, നിങ്ങൾ ഇഖാമത്ത് കേട്ടാൽ, ഫംഷു വഅലൈക്കുമുസ് സക്കീന, നിങ്ങൾ നടക്കുക. ഏത് പ്രകാരമാണ് നടക്കേണ്ടത്? വഅലൈക്കുമുസ് സക്കീന, നിങ്ങളുടെ മേൽ സക്കീനത്ത് ഉണ്ടാകണം. സമാധാനത്തോടെ എന്ത് ചെയ്താൽ മതി? നടന്നു വന്നാൽ മതി, ധൃതി വെക്കേണ്ടതില്ല. ഫമാ അദ്റക്തും ഫസല്ലു വമാ ഫാതകും ഫഅതിമ്മു, നിങ്ങൾ വരുമ്പോൾ എന്താണോ നിങ്ങൾക്ക് ലഭിക്കുന്നത് അത് എന്ത് ചെയ്യുക? നിങ്ങൾ നമസ്കരിക്കുക. നഷ്ടപ്പെട്ടു പോയത് എന്ത് ചെയ്യുക? പൂർത്തിയാക്കുക. അപ്പോൾ ഇഖാമത്ത് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല? ധൃതിയിൽ ഓടാൻ പാടില്ല. സാവധാനം തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്? മസ്ജിദിലേക്ക് നടക്കേണ്ടത്. വക്കാറോടുകൂടി സക്കീനത്തോടുകൂടി എന്ത് ചെയ്യണം? നടക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, വറവൽ ഇമാമു മുസ്ലിമുൻ ഖാൽ ഇന്ന അഹദക്കും ഇദാ കാന യഅമിദു ഇല സ്വലാത്തി ഫഹുവ ഫി സ്വലാത്തിൻ, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ അവൻ നമസ്കാരത്തിലാണെന്നാണ്. അപ്പോൾ നമസ്കാരത്തിൽ എങ്ങനെയാണ് ഒരാൾ നിൽക്കുക? നമസ്കാരത്തിൽ നിൽക്കുന്നത് വളരെ അച്ചടക്കത്തോടെയാണ്, ഒതുക്കത്തോടെ, നോട്ടം ക്രമീകരിച്ച് നല്ല രീതിയിൽ ഭക്തിയോടുകൂടിയാണ് നിൽക്കുക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങളിൽ ഒരാൾ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ, പുറപ്പെടുമ്പോഴും അവൻ എന്തിലാണ്? നമസ്കാരത്തിൽ തന്നെയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്? ആ ഒരു ഗാംഭീര്യം, അടക്കം ആ നടത്തത്തിലും ഉണ്ടാകേണ്ടതുണ്ട്. അതുകൊണ്ട് വൽയകുൻ ഖുറൂജുക അയ്യുഹൽ മുസ്ലിമു ഇലൽ മസ്ജിദി മുബക്കിറൻ, അതുകൊണ്ട് അല്ലയോ മുസ്ലിമേ, നീ മസ്ജിദിലേക്ക് വളരെ വേഗതയിൽ എന്ത് ചെയ്യണം? നേരത്തെ എന്ത് ചെയ്യണം? പുറപ്പെടണം. ധൃതിയിലല്ല, എന്ത് ചെയ്യുക? നേരത്തെ പുറപ്പെടുക. വൈകുമ്പോഴാണ് എന്ത് ചെയ്യുക? ധൃതി വെക്കേണ്ടി വരിക. അപ്പോൾ നേരത്തെ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, ധൃതി വെക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് മുബക്കിറായിട്ട് വളരെ നേരത്തെ തന്നെ പള്ളിയിലേക്ക് പുറപ്പെടുക. ലിതുദ്രിക തക്ബീറത്തുൽ ഇഹ്റാം, തക്ബീറത്തുൽ ഇഹ്റാം കിട്ടാൻ വേണ്ടിയിട്ട്. വതഹ്ദുറ സ്വലാത്ത മഅൽ ജമാഅത്തി മിൻ അവ്വലിഹ, ജമാഅത്തോടുകൂടി അതിൻ്റെ തുടക്കം മുതലേ നീ ഹാളിറാകാൻ വേണ്ടി ആദ്യമേ എന്ത് ചെയ്യുക? വരിക. വഖാരിബ് ബൈന ഖുതാക് ഫീ മശ്യിക ഇല സ്വലാ, മറ്റൊരു മര്യാദ, നമസ്കാരത്തിന് വേണ്ടി നടക്കുമ്പോൾ നിൻ്റെ കാലടികൾ, നിൻ്റെ സ്റ്റെപ്പുകൾ അടുപ്പിച്ചടുപ്പിച്ച് വെക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ലിതക്സുറ ഹസനാതുക്, നിൻ്റെ നന്മകൾ അധികമാകാൻ വേണ്ടിയിട്ടാണ്. ഫഫി സ്വഹീഹൈനി അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹു ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇദാ തവദ്ദഅ അഹദുകും ഫഅഹ്സനൽ വുദൂ, നിങ്ങളിൽ ഒരാൾ വുദൂ ചെയ്താൽ, അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ വുദൂ ചെയ്തു, സുമ്മ ഖറജ ഇലൽ മസ്ജിദ്, എന്നിട്ട് മസ്ജിദിലേക്ക് പുറപ്പെട്ടു, അങ്ങനെ പുറപ്പെട്ടാൽ ലാ യുഖ്രിജുഹു ഇല്ല സ്വൽ, നമസ്കാരമല്ലാതെ വേറൊന്നുമല്ല അവനെ പുറത്തേക്ക് ഇറക്കിയത്. അവൻ നമസ്കരിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് എന്ത് ചെയ്തത്? വുദൂ ചെയ്ത് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ നമസ്കരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൽ ഇറങ്ങി. എന്നാൽ ലം യഖുത് ഖുത്വ ഇല്ലാ റുഫിഅത് ലഹു ബിഹാ ദറജ, ഒരു സ്റ്റെപ്പും അവൻ വെക്കുന്നില്ല, അവൻ്റെ ഒരു ദറജ എന്ത് ചെയ്തിട്ടല്ലാതെ, ഉയർത്തപ്പെട്ടിട്ടല്ലാതെ. വഹുത്തത് അൻഹു ബിഹാ ഖതിഅ, അത് മുഖേന അവൻ്റെ ഒരു പാപം എന്ത് ചെയ്യും? മായ്ച്ചു കളയപ്പെടുകയും ചെയ്യും. അപ്പോൾ ഓരോ സ്റ്റെപ്പുകൾ വെക്കുമ്പോഴും പാപങ്ങൾ മായ്ക്കപ്പെടുന്നുണ്ട്, ദറജകൾ ഉയർത്തപ്പെടുന്നുണ്ട് നമസ്കാരത്തിന് വേണ്ടി. അതുകൊണ്ട് എന്ത് ചെയ്യുക? സാവധാനം സ്റ്റെപ്പുകൾ അടുപ്പിച്ച് സക്കീനത്തോടെ വക്കാറോടുകൂടി നടക്കുക. ഇനി ഫൈദാ വസൽത ബാബൽ മസ്ജിദ്, ഇനി നീ മസ്ജിദിൻ്റെ ബാബിലെത്തി, വാതിൽക്കലെത്തിയാൽ, ഫഖദ്ദിം റിജ്ലകൽ യുംനാ ഇൻദ ദുഖൂൽ, പ്രവേശിക്കുമ്പോൾ നിൻ്റെ വലത് കാലിന് എന്ത് ചെയ്യണം? മുന്തിക്കണം. വഖുൽ ബിസ്മില്ലാ, എന്നിട്ട് ബിസ്മില്ലാ എന്ന് പറയണം. ബിസ്മില്ലാഹി അഊദു ബില്ലാഹിൽ അദീം വബിവജ്ഹിഹിൽ കരീം വസുൽത്താനിഹിൽ ഖദീം മിനശ് ശൈത്വാനിർ റജീം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ അല്ലാഹുമ്മഗ്ഫിർ ലി ദുനൂബി വഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്ന് ചെയ്യുക, പ്രാർത്ഥിക്കുക. വ്യത്യസ്തങ്ങളായ ഹദീസുകളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രാർത്ഥനകളാണ്. ബിസ്മി കൊണ്ട് ആരംഭിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് പറയുക, പാപമോചനം തേടുക, റഹ്മത്തിന് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക,
ഷൈത്വാനിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, കയറുക. അപ്പോൾ വുദൂ ചെയ്തിട്ടാണ് ആദ്യം വന്നിരിക്കുന്നത്. വുദൂ ചെയ്യുമ്പോൾ തന്നെ സ്വാഭാവികമായി എന്ത് ചെയ്യുന്നതാണ്, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ്. ചെറുപാപങ്ങളെല്ലാം പൊറുക്കപ്പെടും. അങ്ങനെ നമസ്കാരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വളരെ ശാന്തമായി മസ്ജിദിലേക്ക് നടക്കുന്നു. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഈ നമസ്കാരം തന്നെയാണ്. അങ്ങനെ മസ്ജിദിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, വീണ്ടും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, ബിസ്മി ചൊല്ലുന്നു. അതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട്, അതെല്ലാം പൊതുവായ പ്രാർത്ഥനകളാണ്. ആ പ്രാർത്ഥനകളെല്ലാം നിർവഹിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെ മസ്ജിദിലേക്ക് കയറുമ്പോൾ പ്രത്യേകിച്ച് വീണ്ടും എന്ത് ചെയ്യാണ്, അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, കാവൽ ചോദിക്കുകയാണ്. ഷൈത്വാൻ്റെ ഉപദ്രവങ്ങൾ ഉണ്ടാകരുത്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കണം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനകൾ. അങ്ങനെ ഇദാ അറത്തൽ ഖുറൂജ്, പള്ളിയിൽ നിന്ന് പുറപ്പെടാൻ ഉദ്ദേശിച്ചാൽ ഫഖദ്ദിം റിജ്ലക്കൽ യുസ്ര, ഇടത് കാലിന് എന്ത് ചെയ്യണം, മുന്തിക്കണം, ഇടത് കാൽ ആദ്യം വെക്കണം. എന്നിട്ട് വഖുലി ദുആ അല്ലദീ ഖുൽതഹു ഇൻദ ദുഖൂൽ, പ്രവേശിച്ച സമയത്ത് എന്ത് പ്രാർത്ഥനയാണോ പറഞ്ഞത് അതെല്ലാം പറയണം. വതഖൂലു ബദല വഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക് എന്നതിന് പകരം ഇഫ്തഹ് ലി അബ്വാബ ഫദ്ലിക് എന്ന് പറയണം. വദാലിക ലിഅന്ന അൽ മസ്ജിദ മഹല്ലുർ റഹ്മ, കാരണം മസ്ജിദ് അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനുള്ള ഇടമാണ്. ഇവിടെ അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കും, റഹ്മത്ത് ലഭിക്കും. എന്നാൽ വഖാരിജൽ മസ്ജിദി മഹല്ലുർ റിസ്ക്, മസ്ജിദിന് പുറത്തേക്ക് ഒരാൾ പോകുന്നത് റിസ്ക് തേടിക്കൊണ്ടാണ്, ഉപജീവനം തേടിക്കൊണ്ടാണ്. വഹുവ ഫദ്ലുൻ മിനല്ലാഹ്, അതാകട്ടെ അള്ളാഹുവിൻ്റെ ഫദ്ലാണ്, ഔദാര്യമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ ഫദ്ൽ ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, പുറത്തേക്ക് ഇറങ്ങുക. അങ്ങനെ ഫഇദാ ദഖൽതൽ മസ്ജിദ്, ഇനി നീ മസ്ജിദിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫലാ തജ്ലിസ് ഹത്താ തുസല്ലി റകഅത്തൈനി തഹിയ്യത്തുൽ മസ്ജിദ്, നീ മസ്ജിദിൽ ഇരിക്കരുത്. എങ്ങനെയല്ലാതെ ഇരിക്കാൻ പാടില്ല, തഹിയ്യത്തിന് വേണ്ടിയിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം, എന്നിട്ടേ ഇരിക്കാവൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. മസ്ജിദിലേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, 2 റക്അത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷമേ ഇരിക്കാവൂ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ദഖല അഹദുകുമുൽ മസ്ജിദ ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റകഅത്തൈൻ, നിങ്ങളിൽ ഒരാൾ മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ അവൻ ഇരിക്കരുത്, ഹത്താ യുസല്ലി റകഅത്തൈൻ, 2 റക്അത്ത് നമസ്കരിച്ചിട്ടല്ല അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇരിക്കാൻ പാടില്ല. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ഇമാം ബുഖാരിയും മുസ്ലിമും എല്ലാം ഉദ്ധരിച്ച ഹദീസാണ്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഉണർത്തുന്ന കാര്യമാണ്. മസ്ജിദിലേക്ക് പ്രവേശിച്ചാൽ എന്ത് ചെയ്യണം, തഹിയ്യത്ത് നമസ്കരിക്കണം. അപ്പോൾ ഫർദ് നമസ്കാരത്തിന് കാമത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഫർദ് നമസ്കരിച്ചാൽ മതി. അതല്ല എങ്കിൽ നമസ്കരിച്ചിട്ട് എന്ത് ചെയ്യാവും, നമസ്കാരത്തിന് കാത്തിരിക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ തഹിയ്യത്ത് നമസ്കരിച്ചിട്ട് ഇരിക്കാവൂ എന്നുള്ളതാണ്. ഖുതുബ നിർവഹിക്കപ്പെടുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, തഹിയ്യത്ത് നമസ്കരിക്കണം. 2 റക്അത്ത് ലഘുവായിട്ട് എന്ത് ചെയ്യണം, നമസ്കരിച്ചിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സുമ്മ തജ്ലിസു തന്തളിറു സ്വലാ, എന്നിട്ട് നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണം. വൽതകുൻ ഹാല ജുലൂസിക ഫിൽ മസ്ജിദി ലിൻതിദാരി സ്വലാത്തി മുഷ്തഗിലൻ ബിദിക്രില്ലാഹി വതിലാവത്തിൽ ഖുർആൻ വതജന്നുബിൽ അബസ്. അപ്പോൾ മസ്ജിദിലും നമസ്കാരം പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നമ്മുടെ നമസ്കാരം ചിട്ടയുള്ളതായി തീരാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. നമസ്കാരത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്ന കാര്യങ്ങളാണിത്. ഈ പറയുന്ന മര്യാദകൾ പാലിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, നമസ്കാരത്തിൽ ഏകാഗ്രത ലഭിക്കാൻ കാരണമാകും. ഇങ്ങനെ ഒരാൾ എന്ത് ചെയ്യുന്നു, മസ്ജിദിൽ വന്നു, തഹിയ്യത്ത് നമസ്കരിക്കുന്നു, എന്നിട്ടിരിക്കുന്നു. ഇരിക്കുന്ന സമയത്ത് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ ദിക്റിലായിട്ട് വ്യാപൃതനാകണം. മുഷ്തഖിലൻ ബിദിക്രില്ല, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, അതേപോലെ തന്നെ പ്രാർത്ഥിക്കുക. കാരണം ആ സമയത്തുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട് എന്ന് പ്രത്യേകം ഹദീസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ചില ഉലമാക്കൾ അവിടെ ഖുർആൻ പാരായണത്തിനാണോ അതല്ല പ്രാർത്ഥനയ്ക്കാണോ പ്രാമുഖ്യം എന്ന് ചോദിക്കുമ്പോൾ അവിടെ പ്രാർത്ഥനയ്ക്കാണ്. കാരണം ഖുർആൻ പാരായണം അല്ലാത്ത സമയത്ത് നിർവഹിക്കാം, പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുന്ന സമയമാണെന്ത്, നമസ്കാരത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ഇരിക്കുന്ന ബാങ്കിനും ഇഖാമത്തിനും ഇടയിലുള്ള സമയം. അതേപോലെ അബസുകൾ ഒഴിവാക്കണം, എന്നുവെച്ചാൽ വെറുതെ തമാശകളും കളികളും ഒഴിവാക്കുക. കത്തഷ്ബീക്കിൽ അസ്വാബിഇ വഗൈരിഹി, ഇങ്ങനെ വിരൽ കോർത്തിരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യുക, ഒടിക്കുക, നെറ്റ് ഒട്ടിക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ. ഇത് നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പാടില്ല. ഫഖദ് വറദ അന്നഹിയു അൻഹു ഫി ഹഖി മുൻതളിരി സ്വല, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇത് പാടില്ല എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, നിരോധനം വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ കാന അഹദുക്കും ഫിൽ മസ്ജിദ്, നിങ്ങളിൽ ഒരാൾ
മസ്ജിദിലാണ് എങ്കിൽ, അതായത് മസ്ജിദിൽ നമസ്കാരം പ്രതീക്ഷിക്കുന്നവരാണെങ്കിൽ ഫല യഷ്ബിഖന്ന ഫല യുഷബ്ബഖൻ ഫഇന്ന തഷ്ബീക മിന ശൈത്വാൻ. തഷ്ബീക്ക് പാടില്ല എന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യാതിരിക്കട്ടെ, വിരലുകൾ ഇങ്ങനെ കോർത്ത് പിടിക്കാതിരിക്കട്ടെ, അത് ഷൈത്വാനിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പൊതുവെ എല്ലാ സമയത്തും ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അമ്മാമൻ കാന ഫിൽ മസ്ജിദിൽ ഗൈരി ഇന്തിളാരി സ്വലാ, നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്നവനല്ല എങ്കിൽ ഫലാ യുംനഉ മിൻ തഷ്ബീഖിൽ അസ്വാബി, അങ്ങനെ വിരലുകൾ കോർത്ത് പിടിക്കുന്നതിന് എന്തില്ല, കുഴപ്പമില്ല, തടസ്സങ്ങളില്ല. ഫഖദ് സബത അന്ന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശബ്ബക അസ്വാബിഅഹു ഫിൽ മസ്ജിദ് ബഅദമാ സല്ലമ മിന സ്വലാ, നമസ്കാരത്തിന് സലാം വീട്ടിയതിന് ശേഷം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നതായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അത് പാടില്ല എന്നുള്ളതാണ്. ഇനി വഫി ഹാൽ ഇന്തിദാരിക അസ്സലാത ഫിൽ മസ്ജിദി ലാ തഖുൽ ഫി അഹാദിസി ദുനിയ. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ദുനിയാവുമായി ബന്ധപ്പെട്ട സംസാരങ്ങളിൽ മുഴുകാതിരിക്കുക. ഈ വിഷയത്തിൽ لأنه روي في الحديث أن ذلك يأكل الحسنات كما تأكل النار الحطب. തീ വിറകിനെ ഭക്ഷിക്കുന്നത് പോലെ ദുനിയാവിൻ്റെ സംസാരങ്ങൾ നന്മയെ ഭക്ഷിച്ച് കളയും എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഹദീസ് എന്തല്ല, സ്വീകാര്യയോഗ്യമായ ഹദീസല്ല, അത് ദുർബലമായ ഹദീസാണ്. എങ്കിൽ പോലും നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് അവൻ്റെ ദുനിയാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംസാരങ്ങൾ എന്ത് ചെയ്യും, സ്വാഭാവികമായും അവൻ്റെ നമസ്കാരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ എന്ത് ചെയ്യുക, ദിക്റുകളിലും ദുആകളിലുമാണ് മുഴുകേണ്ടത് എന്നുള്ളത് അറിയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. വഖദ് വറദ ഫിൽ ഹദീസിൽ ആഖർ അന്നൽ അബ്ദ ഫീ സ്വലാത്തിൻ മാദാമ യൻതദിറു സ്വലാ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ആ ഹദീസ് പ്രകാരമാണ് എന്താണ്, ഒരാൾ അവൻ നമസ്കാരത്തെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്നതായ സമയത്തെല്ലാം അവൻ നമസ്കാരത്തിലാണെന്നുള്ളതാണ്. അന്നൽ അബ്ദ ഫീ സ്വലാത്തിൻ മാദാമ യൻതദിറു സ്വലാ, നമസ്കാരത്തെ അവൻ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴെല്ലാം ഒരാൾ ഇവിടെ തന്നെയാണ്, അവൻ നമസ്കാരത്തിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞാൽ നമസ്കാരത്തിലാണ്, നമസ്കാരത്തിന് വേണ്ടിയിട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോഴും അവൻ നമസ്കാരത്തിലാണ്. വൽ മലായികത്തു തസ്തഗ്ഫിറു ലഹു, മലായികത്ത് അവന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇസ്തിഗ്ഫാർ ചൊല്ലും. സ്ഥിരപ്പെട്ടിരിക്കുന്ന ഹദീസാണ്. അതുകൊണ്ട് ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായിരിക്കണം, കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ളതായ ചിന്തകൾ ഉണ്ടാക്കുന്ന, നല്ല നല്ല ചിന്തകൾ ഉണ്ടാക്കുന്നതായ പ്രവർത്തികളായിരിക്കണം അവൻ മുഴുകേണ്ടത്. فلا تفرط أيها المسلم في هذا الثواب وتضيعه بالعبث والاشتغال بالقيل والقال. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ ശ്രേഷ്ഠത, അതായത് നമസ്കാരത്തിന് വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മലായിക്കത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കും, അള്ളാഹുവിന് പുറത്തു കൊടുക്കണമേ എന്ന് മലായിക്കത്ത് പ്രാർത്ഥിക്കുകയാണ്. അത്ര നല്ല സുന്ദരമായ ഒരു രീതിയാണ്. മലക്ക് അവന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു, പാപമോചനത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട സമയമാണ് നമസ്കാരത്തിന് പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട ഒരു പ്രതിഫലത്തെ എന്ത് ചെയ്യാൻ പാടില്ല, വെറുതെ കീലകളും കാലകളും, ആവശ്യമില്ലാത്ത സംസാരങ്ങൾ, അങ്ങനെ അബസുകൾ, ആവശ്യമില്ലാത്ത പ്രവർത്തികൾ, ഇതിലേർപ്പെട്ടുകൊണ്ട് ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. അങ്ങനെ വഇദാ ഉഖീമത്തി സ്വലാ, നമസ്കാരത്തിന് വേണ്ടി ഇഖാമത്ത് കൊടുക്കപ്പെട്ടാൽ ഫഖും ഇലൈഹ ഇൻദ ഖൗലിൽ മുഅദ്ദിനി ഖദ് ഖാമത്തി സ്വലാ, മുഅദ്ദിൻ ഖദ് ഖാമത്തി സ്വലാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, എഴുന്നേറ്റിക്കുക. കാരണം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫഅലു ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകാരം ചെയ്യുമായിരുന്നു. വഇൻ ഖുംത ഇൻദ ബദിഇൽ ഇഖാമ ഫലാ ബഅസ ബിദാലിക്, ഇഖാമത്ത് തുടങ്ങുമ്പോഴേ എഴുന്നേറ്റ് നിന്നാൽ അതുകൊണ്ട് എന്തില്ല, കുഴപ്പമൊന്നുമില്ല, അങ്ങനെയും ചെയ്യാം. ഹാദാ ഇദാ കാനൽ മഅമൂമു യറൽ ഇമാം, ഇമാമിനെ മഅമൂമ് കാണുന്നുണ്ട് എങ്കിൽ. ഫഇൻ കാന ലാ യറാഹു ഹാലൽ ഇഖാമത്തി ഫൽ അഫ്ളലു അൻ ലാ യഖൂമ ഹത്താ യറാ, ഇമാമിനെ കാണാത്ത അവസ്ഥയാണ് എങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, അവൻ കാണുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, എഴുന്നേറ്റ് ഇമാമ് നിൽക്കുന്നത് കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കലാണെന്ത് ഉത്തമം. അപ്പോൾ ഇമാമിനെ കാണുന്നില്ല എങ്കിൽ അവൻക്ക് ആദ്യമേ എന്ത് ചെയ്യാം, എഴുന്നേറ്റ് നിൽക്കാവുന്നതാണ്. ഇമാമിനെ കാണുന്നില്ല എങ്കിൽ ഇമാം എഴുന്നേറ്റ് ഒന്ന് നിർത്തുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്, ഇഖാമത്ത് കൊടുക്കുന്ന സമയത്ത് ഖദ് ഖാമത്തി സ്വലാ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്താൽ മതി, എഴുന്നേറ്റ് വന്നാൽ മതി. ഇമാമിനെ കാണുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി എന്നർത്ഥം, എഴുന്നേറ്റ് നിന്നാൽ മതി എന്നർത്ഥം. അയ്യുഹൽ മുസ്ലിം ഇഹ്രിസ് അൻ തകൂന ഫി സ്സഫിൽ അവ്വൽ
ഒന്നാമത്തെ സഫിലാകാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യേണ്ടതുണ്ട്? നല്ല താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഫഖദ് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലൗ യഅലമുന്നാസു മാ ഫിൻ നിദാഇ വസ്സഫിൽ അവ്വൽ, ബാങ്ക് വിളിക്കുന്നതിൻ്റെ ശ്രേഷ്ഠത, അതേപോലെ ഒന്നാമത്തെ സഫിൽ നിൽക്കുന്നതിൻ്റെ ശ്രേഷ്ഠത ജനങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ, സുമ്മ ലം യജിദൂ ഇല്ലാ അൻ യസ്തഹിമു അലൈഹി, എന്നിട്ട് അത് ലഭിക്കുകയില്ല, എങ്ങനെയല്ലാതെ നറുക്കിട്ടാലല്ലാതെ അത് ലഭിക്കുകയില്ല എന്നുണ്ടെങ്കിൽ ലസ്തഹമു, എന്ത് ചെയ്യുമായിരുന്നു? അവർ നറുക്കിടുമായിരുന്നു. അത്രയ്ക്കും ശ്രേഷ്ഠത എന്തിനുണ്ട്? സാധാരണ ആളുകൾ നറുക്കിടുന്നത് എന്തിനാണ്? വളരെ അധികം ലാഭകരമായ ഏതെങ്കിലും കാര്യത്തിൽ തർക്കമുണ്ടായി, അല്ലെങ്കിൽ അത് ലഭിക്കാൻ വേണ്ടിയിട്ടുള്ളതായ വാശി, ഈ സമയത്താണ് എന്ത് ചെയ്യുക? നറുക്കിടുക. അപ്പോൾ ഒരാൾക്ക് ഇതിൻ്റെ ശ്രേഷ്ഠത അറിഞ്ഞിരുന്നുവെങ്കിൽ അവനെന്ത് ചെയ്യുമായിരുന്നു? നറുക്കിടുമായിരുന്നു. നറുക്കിടേണ്ടി വന്നാൽ നറുക്കിട്ടിട്ട് ബാങ്ക് വിളിക്കുമായിരുന്നു, അല്ലെങ്കിൽ ഒന്നാമത്തെ സഫിൽ നിൽക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖൈറു സുഫൂഫിർ റിജാലി അവ്വലുഹ, പുരുഷന്മാരുള്ള സഫുകളിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ്? ആദ്യ സഫാണ്, ആദ്യ നിരയാണ്. വഹരിസ് അലൽ ഖുർബി മിനൽ ഇമാം, ഇമാമിനോട് എത്ര അടുത്ത് നിൽക്കാൻ സാധിക്കുമോ അത്രയും എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. അപ്പോൾ ഒന്നാമത്തെ സഫിന് ശ്രേഷ്ഠതയുണ്ട്, രണ്ടാമത്തെ സഫിൻ്റെ ശ്രേഷ്ഠതയും എന്ത് ചെയ്തിട്ടുണ്ട്? ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കിട്ടിയിൽ രണ്ടാമത്തേതിൻ്റെ ശ്രേഷ്ഠതയും പറഞ്ഞിട്ടുണ്ട്. പിന്നെന്ത് ചെയ്യുക? പരമാവധി കയറി നിൽക്കാൻ ശ്രമിക്കുക ഇമാമിൻ്റെ അടുക്കലേക്ക്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയലിയനി മിൻകും ഉലുൽ അഹ്ലാമി വന്നുഹ, നിങ്ങളിൽ ഉലുൽ അഹ്ലാം, അതായത് ബാലിഗീങ്ങളായ ആളുകൾ എൻ്റെ അടുക്കിലേക്ക് ചേർന്ന് നിൽക്കണം. പ്രായപൂർത്തിയായ ആളുകൾ എന്ത് ചെയ്യണം? തൊട്ടു പിന്നിൽ നിൽക്കണം. അതുപോലെ ഉലുൽ അഹ്ലാമി വന്നുഹ, അക്കലുള്ള ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, അതായത് നല്ല രീതിയിൽ ഖുർആൻ പഠിച്ചിരിക്കുന്ന ആളുകൾ, അവരും എന്ത് ചെയ്യണം? തൊട്ട് പിന്നിൽ നിൽക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തൊട്ട് പിന്നിൽ നിൽക്കുന്നതിൻ്റെ ശ്രേഷ്ഠതയും അത് അറിയിക്കുന്നുണ്ട്. തൊട്ട് പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഇമാമിന് ഏതെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ, ഖുർആൻ പാരായണത്തിൽ മിസ്റ്റേക്കുകൾ വന്നാൽ എന്ത് ചെയ്യേണ്ടതുണ്ട്? തിരുത്തി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ ഇൽമുള്ള, അവിടെ നുഹ കൊണ്ട് അക്കൽ, ബുദ്ധി, അതായത് നല്ല രീതിയിൽ അറിവുള്ളയാളാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ പ്രായപൂർത്തിയായ ആളുകൾ എന്ത് ചെയ്യണം? തൊട്ട് പിന്നിൽ നിൽക്കണം. ശേഷമാണ് ആര് നിൽക്കേണ്ടത്? കുട്ടികൾ നിൽക്കേണ്ടത്. അപ്പോൾ ഇത് മുതിർന്ന ആളുകൾ അതല്ലെങ്കിൽ ബുദ്ധിയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക റിസർവേഷനൊന്നുമില്ല. അത് പ്രത്യേകം ഉലമാക്കൾ എടുത്തു പറയുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് മാറ്റിയിടപ്പെടേണ്ടതില്ല. ആരാണോ വരുന്നത് അവർക്ക് എന്ത് ചെയ്യാം? ഇരിക്കാം. അപ്പോൾ മുതിർന്ന ആളുകൾ ആദ്യം വരാൻ പരിശ്രമിക്കണം എന്നുള്ളതാണ് അതിൽ നിന്ന് ലഭിക്കുന്ന ഫായിദ. ഹദാ ബിൻ നിസ്ബത്തി ലിർറജുലി, പുരുഷനെ സംബന്ധിച്ചിടത്തോളമാണിത്. വഅമ്മാ ബിൻ നിസ്ബത്തി ലിൽമർഅതി ഫസ്സഫുൽ അഖീറു മിൻ സുഫൂഫിൻ നിസാഇ അഫ്ളലു ലഹാ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പിറകിലുള്ള സഫാണ് അവർക്കെന്ത്? ശ്രേഷ്ഠതയുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഖൈറു സുഫൂഫിൻ നിസാഇ ആഖിറുഹ, സ്ത്രീകളുടെ സഫിൽ ഏറ്റവും ഖൈറായത് ഏറ്റവും പിന്നിലുള്ളതാണ്. ലിഅന്ന ദാലിക അബ്അദു ലഹാ അൻ റുഅയത്തിർ റിജാലി, പുരുഷന്മാരെ കാണുന്നതിനെ തൊട്ട് ഏറ്റവും വിദൂരത്ത് ആരായിരിക്കും? ഏറ്റവും പിന്നിലുള്ളവരായിരിക്കും. അപ്പോൾ പുരുഷന്മാരുമായിട്ടുള്ള ഇഖ്തിലാത്ത് എന്തല്ല, അത് പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുക എന്നുള്ളതാണെന്ത്. അപ്പോൾ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ സൂചനയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? പള്ളികളിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരുമായി ഇഖ്തിലാത്തില്ലാത്ത വിധം എന്ത് ചെയ്യുക? പ്രത്യേകമായ സംവിധാനം ഒരുക്കുന്നതിന് കുഴപ്പമില്ല. അതിനുള്ള സജ്ജീകരണങ്ങളുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. കാരണം അത് ശറഇന്റെ തേട്ടത്തിൽപ്പെട്ടതാണ്. ഇനി വയതഅക്കദു ഫി ഹഖ്ഖിൽ ഇമാമി വൽ മുസല്ലീൻ അൽ ഇഹ്തിമാമു ബിതസ്വിയത്തി സുഫൂഫ്. ഇനി മുസന്നിഫ് ഹഫിളഹുല്ലാഹ് പറയാണ്, ഇമാമിനെ സംബന്ധിച്ചിടത്തോളവും നമസ്കരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും സഫ് നേരെയാക്കുന്നതിന് പ്രാധാന്യം കൊടുക്കണം. ഇമാമും അത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം? പിന്നിൽ നമസ്കരിക്കുന്ന ആളുകളും സഫ് നേരെയാക്കുന്നതിന് വേണ്ടി അവർ പരിശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, സവ്വു സുഫൂഫക്കും, നിങ്ങളുടെ സഫുകൾ എന്ത് ചെയ്തോ? നേരെയാക്കിക്കൊള്ളുക. ഫഇന്ന തസ്വിയത സുഫൂഫി മിൻ തമാമി സ്വലാ, നമസ്കാരത്തിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് നേരെ സഫ് നിൽക്കുക എന്നുള്ളത്. ഇത് ഇമാം ബുഖാരി മുസ്ലിം എല്ലാം ഉദ്ധരിച്ചിരിക്കുന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഫിൽ ഹദീസിൽ ആഖർ ലതുസവ്വുന്ന സുഫൂഫക്കും ഔ ലയുഖാലിഫന്ന അല്ലാഹു ബൈന വുജൂഹിക്കും, നിങ്ങൾ സഫുകൾ എന്ത് ചെയ്യണം? ശരിപ്പെടുത്തപ്പെടണം. നല്ല രീതിയിൽ സഫുകൾ നിൽക്കട്ടെ. അതല്ലെങ്കിൽ അള്ളാഹു നിങ്ങളുടെ മുഖങ്ങളെ എന്ത് ചെയ്യട്ടെ? ഭിന്നതയിലാക്കും എന്നർത്ഥം.
അപ്പോൾ സഫ് ചേർന്ന് ഇണക്കത്തോടെ നിൽക്കുക എന്നുള്ളത് ഹൃദയത്തെയും ഇണക്കുന്ന കാര്യമാണ്. അതല്ല സഫ് ശരിയാകുന്നില്ലെങ്കിൽ അവിടെ എന്ത് ചെയ്യും? ഷൈത്വാൻ നിങ്ങളുടെ ഇടയിൽ എന്ത് ചെയ്യും? ഭിന്നിപ്പുണ്ടാക്കാനുള്ള പരിശ്രമം നടത്തും എന്നാണ്. വതസ്ഫിയത്തു സുഫൂഫി ഹിയ തഅദീലുഹാ ബിമുഹാദാത്തിൽ മനാകിബി വൽ അഖ്ഉബ്. എന്താണ് തസ്ഫിയത്തു സുഫൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? തസ്ഫിയത്തു സുഫൂഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തഅദീലുഹാ ബിമുഹാദാത്തിൽ മനാകിബ്, മൻകിബുകൾക്ക് നേരെ നിൽക്കുക എന്നുള്ളതാണ്. ചുമലുകൾ പരസ്പരം എന്ത് ചെയ്യുക? നേരെ ചേർന്ന് വരിക. അതേപോലെ വൽ അഖ്ഉബ്, കാലിൻ്റെ പിൻഭാഗം കഅബുകൾ, അതും എന്ത് ചെയ്യുക? നേരെയാക്കുക. ഇതാണ് എന്ത് ചെയ്യുക അതുകൊണ്ടുള്ള ഉദ്ദേശം. അതാണ് സഫ് നേരെയാക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ തോളുകളും അതേപോലെ തന്നെ കാലുകളും എല്ലാം എന്ത് ചെയ്യുക? ഒരേ നിരയായിരിക്കുക, ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ഇനി വയതഅക്കദു ഫി ഹഖിൽ മുസല്ലീന സദ്ദുൽ ഫുർജി വത്തറാസു ഫി സുഫൂഫ്. മുസല്ലീങ്ങൾ പിന്നിൽ നമസ്കരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ സഫ് നേരെയാക്കി കൊടുക്കുക എന്നുള്ളത് ഇമാമിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, ഇമാം ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയിട്ടാണ്. പിന്നെ നമസ്കരിക്കുന്ന ആളുകൾക്ക് ശക്തമായ സുന്നത്താണെന്ത്? അല്ലെങ്കിൽ പ്രധാനമായിട്ട് അവർ ഊന്നേണ്ട ഒരു കാര്യമാണ് എന്ത്? വിടവുകൾ അടയ്ക്കുക. സഫുകളുടെ ഇടയിൽ എന്തുണ്ടാകാതിരിക്കുക? വിടവുകൾ ഉണ്ടാകാതിരിക്കുക. അതേപോലെ തന്നെ വത്തറാസു ഫി സുഫൂഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു അഖീമു സുഫൂഫക്കും വത്തറാസു. സഫുകൾ നിങ്ങൾ നല്ല നേരെ നിൽക്കുക. എന്താണ് ഇവിടെ തറാസു എന്ന് പറഞ്ഞാൽ എന്താണ്? തറാസു എന്ന് പറഞ്ഞാൽ ലാസിഖു അസ്സുഫൂഫ ഹത്താ ലാ യകൂന ബൈനകും ഫുറജ്. നിങ്ങൾ എന്ത് ചെയ്യണം? സഫുകൾ ചേർന്ന് അടുത്ത് നിൽക്കണം, മുട്ടി നിൽക്കണം. എങ്ങനെ? ഹത്താ ലാ യകൂന ബൈനകും ഫുറജ്, നിങ്ങളുടെ ഇടയിൽ വിടവുകളില്ലാതെ മുട്ടി നിൽക്കണം. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഖീമു സുഫൂഫക്കും വതറാസു എന്ന് പറയുന്നത്. പരസ്പരം ചേർന്ന് നിൽക്കണം എന്നുള്ളതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫൽ മുറാസ്വത്തു, അപ്പോൾ മുറാസ്വത്ത് എന്ന് പറഞ്ഞാൽ ഇൽത്തിസാഖു ബഅദിൽ മഅമൂമീന ബിബഅദിൻ, മഅമൂമീങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യണം? ചേർന്ന് നിൽക്കണം. ചിലരിലേക്ക് ചേർന്ന് നിൽക്കണം, ഇൽസാഖ് വേണം. അതാണ് ലിയത്തസില മാ ബൈനഹും, അവരുടെ ഇടയിൽ ചേർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ വയസുദ്ദൽ ഖലലുകൾ, ഇടർച്ചകൾ അല്ലെങ്കിൽ എന്താണ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട്. ഫലാ തബ്ഖാ ഫുർജാത്തുൻ ലിശ്ശൈത്വാൻ, അപ്പോൾ ഷൈത്വാനിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഫലാ തബ്ഖാ ഫുർജാത്തുൻ ലിശ്ശൈത്വാൻ, ഷൈത്വാനിന് വേണ്ടിയിട്ട് വിടവുകൾ ഉപേക്ഷിക്കപ്പെടാണ്ടിരിക്കുക. അപ്പോൾ ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചേർന്ന് നിൽക്കണം. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെന്നാണ്. വഖദ് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തമു ബിതസ്വിയത്തി സുഫൂഫി വതറാസുൽ മഅ്മൂമിൻ. അപ്പോൾ സഫുകൾ നേരെ നിൽക്കണം, ഒരേ ലൈനായിട്ട് നിൽക്കണം. അതിന് നബി എന്ത് ചെയ്തിട്ടുണ്ട്? പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ തോളുകൾ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സമമായിരിക്കണം. കഅബുകളും കാലിൻ്റെ പിൻഭാഗങ്ങളും എന്തായിരിക്കണം? സമമായിരിക്കണം, വളവുണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ എന്താണ്? വതറാസുൽ മഅ്മൂമിൻ, മഅ്മൂമിങ്ങളുടെ ചേർന്ന് നിൽക്കുക എന്നുള്ളതും എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശ്രദ്ധ കൊടുത്തിരുന്നു. ഫിഹ ഇഹ്തിമാമൻ ബാലിഗൻ, വളരെ അങ്ങേയറ്റത്തെ പ്രാധാന്യം കൊടുത്തിരുന്നു. അത് മിമ്മ യദുല്ലു അലാ അഹമ്മിയത്തി ദാലിക വ ഫായിദതിഹി, ഇത് വളരെ പ്രാധാന്യമുള്ളതാണെന്ന് അറിയിക്കുന്നുണ്ട്. നബി ഇത്രയധികം ഇതിനെ ശ്രദ്ധിച്ചപ്പോൾ അതിൻ്റെ ഫായിദകളെക്കുറിച്ചും അത് അറിയിക്കുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വലൈസ മഅനാ റസ്ഫി സുഫൂഫി, സഫുകൾ ചേർന്ന് നിൽക്കുക എന്നുള്ളത് കൊണ്ടുള്ള അർത്ഥം മാ യഫ്അലുഹു ബഅദുൽ ജുഹാൽ, ചില അറിവില്ലാത്തവർ ജുഹാലുകൾ ചെയ്യുന്നത് പോലെയല്ല. മിൻ ഫഹ്ജി റിജ്ലൈഹി ഹത്താ യുദായിഖ മൻ ബിജാനിബിഹി, അവരെന്ത് ചെയ്യും? കാൽ രണ്ടും ഇങ്ങനെ വിടർത്തി വയ്ക്കും വളരെ വിദൂരത്തേക്ക്. അങ്ങനെ എന്ത് ചെയ്യും? കാല് രണ്ടും ഇരുവശങ്ങളിലേക്ക് വിടർത്തി വെച്ചിട്ട് ഹത്താ യുദായിഖ മൻ ബിജാനിബി, അങ്ങനെ സൈഡിൽ നിൽക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഉപദ്രവിക്കും. അതല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ലിഅന്ന ഹാദൽ അമല യൂജിദു ഫുറജൻ ഫി സുഫൂഫ്, അങ്ങനെ ചെയ്താൽ സ്വാഭാവികമായിട്ടും സഫിൽ എന്താ ഉണ്ടാവുക? വിടവാനുണ്ടാവുക. ഇവനിങ്ങനെ കാലം കൊണ്ട് നീക്കി വെച്ചിരിക്കുകയാണ്. ഇവൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കാല് വെച്ചാൽ മതി. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മറ്റുള്ളവർക്ക് ഇങ്ങനെ അടുത്ത് നിൽക്കാൻ സാധിക്കും. നേരെ മറിച്ച് കാല് രണ്ടറ്റത്തേക്ക് ഇവൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിനും അപ്പുറത്താണ് കാലിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? സുജൂദിലേക്ക് പോകുമ്പോൾ മറ്റൊക്കെ ഗ്യാപ്പ് വരും. ഗ്യാപ്പ് ഉണ്ടാക്കുകയാണത് ചെയ്യുക. കാല് ചിലപ്പോൾ ചേർന്നിരിക്കുന്നുണ്ടാകാം, പക്ഷെ എന്തുണ്ടാവും? സഫുകളിൽ
വിടവുണ്ടാകും. അപ്പോൾ കാലുകൾ വല്ലാതെ നീട്ടിവെക്കുക എന്നുള്ളതല്ല, പിന്നെയോ കാലുകൾ അവൻ്റെ ശരീരത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് എന്ത് ചെയ്താൽ മതി, നേരെ വെക്കുക. എന്നിട്ട് ശരീരം എന്ത് ചെയ്യുക, അടുത്ത് നിൽക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശം. അതല്ലാതെ കാലുകൾ നീട്ടി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ നിന്നുണ്ടാവും, അവിടെ വിടവുകളുണ്ടാവും. മാത്രമല്ല മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതും ചിലപ്പോൾ എന്ത് ചെയ്യും, അവിടെ സംഭവിക്കും. ഹത്താ യുദായികമൻ ബിജാനിബി ലിഅന്ന ഹാദൽ അമല യൂജിദു ഫറജൻ ഫി സുഫൂഫ്, കാരണം അത് സഫുകളിൽ വിടവുകൾ ഉണ്ടാക്കും. വയുഅദിൽ മുസല്ലി നമസ്കരിക്കുന്നവരെ പ്രയാസപ്പെടുത്തലും ഉണ്ടാകും. വലാ അസ്ല ലഹു ഫി ശറഇ, അതിനെന്തില്ല, ശറഇൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഫയംബഗി ലിൽ മുസ്ലിമീന അൽ ഇഹ്തിമാമു ബിദാലിക്, അതുകൊണ്ട് മുസ്ലിമീങ്ങൾ ഈ വിഷയത്തിൽ എന്ത് ചെയ്യണം, നല്ല പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. വൽ ഹിർസു അലൈഹി, അതിന് നല്ല താല്പര്യം കാണിക്കേണ്ടതുണ്ട്. ഇഖ്തിദാഅൻ ബിനബിയിഹിം, നബിയെ പിന്തുടരുന്നവരായ നിലയിൽ. വ ഇത്മാമൻ ലിസ്വലാത്തിഹിം, അവരുടെ നമസ്കാരം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നുള്ള നിലയിൽ. വഫഖല്ലാഹുൽ ജമീഅ ലിമാ യുഹിബ്ബുഹു വയർളാ, അല്ലാഹു എല്ലാവർക്കും അവൻ ഇഷ്ടമുള്ളതും തൃപ്തിയുള്ളതും ചെയ്യാനുള്ളതായ തൗഫീക്ക് നൽകട്ടെ. ഇതാണ് നമസ്കാരത്തിന് മുന്നോടിയായി ശ്രദ്ധിക്കേണ്ട കാര്യവുമായി ബന്ധപ്പെട്ട് മുസന്നിഫ് ഹഫളഹുല്ല നൽകിയിരിക്കുന്ന ചെറിയൊരു വിശദീകരണം. ഇതിനുശേഷം പിന്നീട് നമസ്കാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ഉള്ളടക്കം, അതിലുള്ള അർക്കാനുകൾ, വാജിബുകൾ, സുന്നത്തുകൾ, അതാണ് അടുത്ത അധ്യായം. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ദർസിൽ സംസാരിക്കാം.